ഇവരുടെ കൂട്ടുമ്പോൾ തന്നെ 100 വരുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരുടെ പെർസെന്റേജ് എവിടെ പോയി എന്നുള്ളതായിരുന്നു ചോദ്യം. കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത്. അവളെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കും അവരുടെ വീട്ടിലിരുന്ന കപ്പ്. അതായത് നമ്മുടെ വിന്നിംഗ് മൂവ്മെന്റിൽ സ്ക്രീനിൽ പെട്ടെന്ന് കാണിച്ചു പോകുന്ന ഒരു സാധനമായിരുന്നു ഇത്. 45.1% അനുമോൾക്കും 42.7% അനീഷിനുമാണ് അതിൽ കാണിക്കുന്നത്. അതിനുശേഷം ഇതായിരുന്നു, അതായത് അനുമോൾക്ക് 57.3%, അനീഷിന് 42.7%. അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് വെച്ച് ലാലേട്ടൻ നിർത്തൂ എന്ന് പറഞ്ഞ് നിർത്തിപ്പിക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ജെന്യൂൻ ആണെന്നുള്ളത്? മനസ്സിലാക്കൂ, ഇതൊക്കെ കള്ളത്തരങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുമ്പോൾ ഏകദേശം ഒരു 70% വരുന്നുണ്ട്. ബാക്കി ടോപ്പ് 3യുടെ ഇതിലേക്ക് പോകും. അപ്പൊ എന്തുകൊണ്ട് ഇത് മാത്രം 100 വന്നു? ഇത് എങ്ങനെ അത് പൊങ്ങണം അല്ലെങ്കിൽ എങ്ങനെ ഗ്രാഫ് കാണിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാനും പറ്റും. ഇതൊക്കെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. ഈ അന്ധത വിശ്വസിച്ചിരിക്കല്ലേ, അത് വേറൊരു സംഭവമാണ്. ആ ഗെയിമോ അതിന്റെ സ്ട്രാറ്റജി ബിഗ് ബോസ് എന്നുള്ളത് വേറൊരു സാധനമാണ്. ഒന്നാന്തരം ഫേക്ക് പേഴ്സൺ ആണ് അനുമോള്. കരഞ്ഞ് മെഴുകി, ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതിലാണ്. കാരണം ഞാൻ പറയാം, ഇതൊന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കളികളല്ല. അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇതൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് എന്താണോ ഇത് ഒരുക്കിയതാണ്. അനുമോൾക്ക് വേണ്ടിയിട്ട് അവർ കളം ഒരുക്കിയതാണ്. വോട്ട് ചെയ്ത പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ? 100% മണ്ടന്മാരാണ്. അതുകൊണ്ടാണ്, അത് മണ്ടന്മാരായത് കൊണ്ടാണല്ലോ ഈ അനുമോള് ജയിച്ചത്. ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താണ്? ജനൂനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ എന്ത് ഭയങ്കര ഒരു മോശമല്ലേ? അങ്ങനെ ആ കപ്പ് അവിടെ ഇരിക്കുമ്പോൾ അത് ഒരു ജൂനിയർ മാൻഡറേക്ക് ഇരിക്കുന്നതാണ്. ജയിച്ച് കഴിഞ്ഞിട്ടും ആ കുട്ടി, നിങ്ങൾ 1-2 ഇന്റർവ്യൂ ഉണ്ടാകും, കുട്ടി സരിഗമയിലോ മറ്റോ വന്ന് നേരത്തെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പാചകം ചെയ്യാൻ അറിയില്ലെന്നോ അങ്ങനെ എന്തോ പറയുകയും MG ശ്രീമാന്റെ ഇന്റർവ്യൂവിൽ ഈ കുട്ടി പറയുന്നുണ്ട്, ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഈ ജനങ്ങളെ പറ്റിക്കാൻ നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും. കാരണം അതേ കള്ളം പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല. ഈ കള്ളത്തരമാണ് ഈ കുട്ടി കാണിക്കുന്നത്. മറ്റേ കാര്യം പറഞ്ഞാൽ പറഞ്ഞു, ഇതിപ്പോൾ ഗെയിമിന് വേണ്ടി ജനങ്ങളെ കൈയെടുക്കാൻ വേണ്ടി ചെയ്ത നാടകമാണ്. ശരിക്കും നല്ലൊരു അഭിനേത്രിയാണ് ജീവിതത്തിൽ. ഇവിടെ കാണിച്ചതെന്ന് പറയുന്നത്, ഇവിടെ പിന്നെ അതായത് ആടിനെ പട്ടിയാക്കി ഇവരെ PR കാണിച്ചു. ഇപ്പോൾ PR മേടിച്ചു കൊടുത്ത കപ്പെന്ന് തന്നെ പറയാം. അത് അവൻ തന്നെ പറയുന്നുണ്ട്, PR തന്നെ പറയുന്നുണ്ട്. 50 അല്ലെങ്കിൽ കുറച്ച് ഇത്ര ദിവസം നിൽക്കേണ്ടതുള്ള കരഞ്ഞ് മെഴുകി അവൾ ഇറങ്ങേണ്ടുള്ളതാണ്. അപ്പം ഞാനാണ് അവളെ വിജയിപ്പിച്ചത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇത് മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ ബിഗ് ബോസ് നടന്ന ആ സമയത്തുള്ളതിനേക്കാളും വിവാദമാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം, ഒരു കപ്പ് കൊടുത്തതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന വിവാദമല്ലേ, ഇതാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ ഇനി അടുത്ത സീസൺ വരെ ഇതൊരു പ്രൊമോഷൻ അല്ലേ, ഒരു പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ അല്ലേ. അവർ മനസാക്ഷിപരമായിട്ടല്ലല്ലോ അവർ ചെയ്യുന്നത്. ഇത് അനീഷിന് അർഹിക്കുന്നതാണ്, പക്ഷേ അർഹിക്കാത്ത ഒരാൾക്ക് കൊടുക്കാം. അപ്പോഴാണ് ഇത് വിഷയമാവുന്നതും ഈ വെറുതെ ഫ്രീ പ്രൊമോഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബിസിനസ്സാണ്, അത് മനസ്സിലാക്കണം. ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, അടുത്ത പ്രാവശ്യം ഞാൻ പോയാലും എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവിടെ പോയി എന്തും കാണിക്കാം. അപ്പോ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരുത്തന് മാത്രം അല്ലെങ്കിൽ ഒരുത്തിക്ക് മാത്രമുള്ളതാണ് ബിഗ് ബോസ്. അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഡയറക്റ്റ് ചെയ്ത ഒരാളല്ല ഇപ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് ഡയറക്റ്റ്, ഏതൊരു പൊട്ടനാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അനുമോള് ലവ് ട്രാക്ക് പിടിച്ചിട്ട് ഒരാളുടെ ഇമോഷനെ വെച്ച് കളിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇമോഷൻ മാത്രമല്ല, ആ കുട്ടി എന്തും വെച്ച് കളിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇങ്ങനൊരു PR-നെ സെറ്റ് ചെയ്ത് ഇത്രയും ലക്ഷം രൂപയും കൊടുത്ത് ഈ ഫേക്ക് കാണിച്ചിട്ട് പോയതും. പല ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയത് അതീ പറയുന്നല്ല ഇതീ പറയുന്ന പാചകം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയുന്നു, ഒരിടത്ത് നിന്ന് പാചകം ചെയ്യാൻ അറിയാവുന്ന പറയുന്നു. അപ്പോൾ ഇത് ഇത്രയും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഇറങ്ങി തിരിച്ച ഒരാൾ ഇതല്ല ഇതിനപ്പുറം കാണിക്കും. അതും പഠിച്ചെഴുതി മേടിക്കുന്ന സർട്ടിഫിക്കറ്റ്സിനാണോ വാല്യൂ, അല്ല കാശ് കൊടുത്ത് കാശ് കൊടുത്താലും സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ചില ഡോക്ടർമാർ അങ്ങനെയുള്ളവരാണ്, ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്നത് പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. നേരെ മറിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വാല്യൂ കൂടി ഇല്ലാതാവുകയാണ് ഈ കഴുതകൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം 1ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബിഗ് ബോസ് സീസൺ 1 മുതൽ 7 വരെ ഒരു ടോപ്പ് 5 എടുത്താൽ അതിലൊരാളായിട്ട് വരുന്ന നമ്മുടെ ഫിറോസ്കയാണ് എന്റെ കൂടെയാണ്. ഫിറോസ്ക, സ്വാഗതം. താങ്ക് യു.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് ഞാൻ ചോദിക്കുകയാണ്, ബിഗ് ബോസ് സീസൺ 7ന്റെ ഫൈനലും ഗ്രാൻഡ് ഫിനാലും ഒക്കെ കഴിഞ്ഞു, അനുമോളാണ് വിന്നർ ആയത്. ആ ഒരു വിന്നർ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ്. കാരണം ഞാൻ 3rd സീസണിൽ പോയിരുന്നു, 5th ചലഞ്ചറായിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതും കാര്യങ്ങളും ബിഗ് ബോസിൻ്റെ ഏകദേശം ഒരു സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം. ഞാൻ ഇതിനു മുന്നേ സത്യത്തിൽ ഈ ഒരു 7th സീസണിൽ ഞാനൊരു ഇൻ്റർവ്യൂവിനൊന്നും പോയിട്ടില്ല. ആകെ ഒരു ഫാഷൻ ഷോയ്ക്ക് പോയപ്പം കുറേ ചാനൽസ് വന്നിട്ട് ഒരു ചെറിയ 1-2 ബൈറ്റ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ആ ബൈറ്റിൽ പോലും ഞാൻ പറഞ്ഞിരുന്നത് പോലെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു എന്തുകൊണ്ടും കപ്പിന് അർഹൻ. പുള്ളി ഡിസർവിങ് ആയിട്ടുള്ള ഒരു പക്ക കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ 7th. പക്ഷെ അദ്ദേഹത്തിന് കിട്ടേണ്ട കപ്പാണ് അനുമോൾക്ക് കൊടുത്തത്. അപ്പം ഞാനത് പറഞ്ഞു, ഡിസേർവ് ആയിട്ടുള്ള ആൾ അനീഷാണ്, പക്ഷെ കപ്പ് കൊടുക്കാൻ പോകുന്നത് അനുവിനായിരിക്കും. അതെന്താ ഡിക്കാക്ക് അങ്ങനെ തോന്നാനുള്ള? അങ്ങനെയാണ് നിങ്ങൾ ഈ 7 സീസൺ എടുത്ത് നോക്ക്. അപ്പോൾ അതിൽ 1-2 സീസൺ മാറ്റി വെച്ച് ബാക്കി സീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇതൊരു ചർച്ചാ വിഷയമായി ഇങ്ങനെ നിൽക്കണം. ഇപ്പൊ പോലും ഈ ഇന്റർവ്യൂ നമ്മൾ സംഘടിപ്പിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാനുള്ള കാര്യം ഇങ്ങനെ ഒരു അഴിമതി നടന്നതുകൊണ്ടാണ്. ഒരു നോർമലി പോവുകയാണെങ്കിൽ ഇതിനൊന്നും വലിയൊരു പ്രസക്തി ഇല്ല. ഇവർക്ക് എപ്പോഴും ഇതിങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പോക്കൃത്തരങ്ങൾ കാണിക്കണം. മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾ 3rd സീസൺ, എൻ്റെ സീസൺ എടുത്തു, മണിക്കുട്ടൻ ഒരിക്കലും ഡിസേർവ് അല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ ഇറങ്ങുന്നവരെ ഐസ് ബാഗ്സും കാലിത്തറയത്തോടെ ഇരുന്ന ആളാണ്. ഞാൻ ഇറങ്ങുന്ന 2 മാസത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഞാൻ വിചാരിച്ചത് ഡിംപിൾ ബാലിന് കിട്ടുമെന്നാണ്. ഒരിക്കലും ഡിംപിൾ ബാലിന് ആയിരുന്നില്ല കിട്ടിയത്. 4th സീസണിൽ ഡോക്ടർ റോബിന് കിട്ടുമെന്നാണ് എല്ലാ ജനങ്ങളും വിചാരിച്ചത്. പക്ഷെ ആർക്കാണ് കിട്ടിയത്? അതിനകത്ത് ഒട്ടും അർഹത അല്ലാത്തൊരു കുട്ടിക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ തൊട്ടടുത്ത സീസൺ ഞാൻ എല്ലാവരും വിചാരിച്ചിരുന്നത് ആ ഗെയിം കൊണ്ടുപോയത് തന്നെ അഖിൽമാരാർ ഓക്കെ ആയിരുന്നു. അതിനടുത്ത സീസൺ ജിൻഡോ നമ്മുടെ പേഴ്സണലി ബന്ധങ്ങളൊക്കെ ഉള്ള നല്ല സുഹൃത്തും ഒക്കെ തന്നെയാണ് അയാൾക്ക് കിട്ടിയത്. സന്തോഷവുമുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ജാസ്മിനാണ് കിട്ടാൻ അർഹയായിട്ടുള്ളത്. മനസ്സിലായി? ആക്ച്വലി പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ജിൻഡോ ആയിട്ടാണ് സൗഹൃദമുള്ളത്. ജാസ്മിനായിട്ട് ഒരു സൗഹൃദമില്ല. പക്ഷേ നമ്മൾ സൗഹൃദം വെച്ചല്ല അത് കാണേണ്ടത്. ആ ഗെയിമർ എന്ന രീതിയിൽ ജാസ്മിന് കിട്ടേണ്ട കപ്പായിരുന്നു അത്. ഇനി എന്തെന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ പുറത്ത് മോശം പറഞ്ഞാൽ ബിഗ് ബോസ് കൊണ്ടുപോയത് ആ കുട്ടിയായിരുന്നു. ഈ സീസണിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടിരുന്ന് മറ്റേ 24 ലൈവ് ഒന്നും കാണുന്നില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പരിപൂർണമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒന്നാന്തരം ഫേക്ക് പേഴ്സണാണ് അനുമോൾ എന്നുള്ളതാണ്. കരഞ്ഞ് മെഴുകി ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതിലാണ് കാര്യം. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ എന്തോ ഒരു പാരഡോക്സ് പോലെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത്, ഈ ജയിച്ച് കഴിഞ്ഞിട്ടും ആ കുട്ടി, നിങ്ങൾ 1-2 ഇൻ്റർവ്യൂ കണ്ടാൽ മതി. ഏഷ്യാനെറ്റ് തന്നെ നമ്മൾ ഇറങ്ങുമ്പോഴൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഈ കുട്ടി സരിഗമയിലോ മറ്റോ വന്ന് നേരത്തെ പറയുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ കുട്ടി വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം എന്ന് പറയുന്നത്, പാചകം ചെയ്യാൻ അറിയില്ല എന്ന് ബിഗ് ബോസിൽ പാചകം ചെയ്യാൻ അറിയില്ലെന്നോ അങ്ങനെ എന്തോ പറയുകയും, MG ശ്രീമാന്റെ ഇന്റർവ്യൂവിൽ ഈ കുട്ടി പറയുന്നുണ്ട്, ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, അപ്പോൾ അത് ഈ കള്ളം പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കള്ളം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും. കാരണം അതേ കള്ളം പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ സത്യം പറയുന്നത് നമുക്ക് എപ്പോഴും അത് ബ്രെയിനകത്തുള്ള കാര്യമാണ്. ആ സത്യം എപ്പോഴായാലും നമ്മൾ പറയുമ്പോൾ അത് തന്നെ വരും, ആ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കള്ളത്തരമാണ് ഈ കുട്ടി കാണിക്കുന്നത്. ഇപ്പോൾ മറ്റേ കാര്യം പറഞ്ഞത് ഇതിപ്പോൾ ഗെയിമിന് വേണ്ടി ജനങ്ങളെ കൈയെടുക്കാൻ വേണ്ടി ചെയ്ത നാടകമാണ്. ശരിക്കും നല്ലൊരു അഭിനേത്രിയാണ് ജീവിതത്തിൽ. കള്ളത്തരം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യമാണ്, അനുമോള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറയുന്നുണ്ട്, ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ PR കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ പുറത്തിറങ്ങി ഏഷ്യനെറ്റിന്റെ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് 1 ലക്ഷം പറഞ്ഞിട്ടുണ്ട്, 50 കൊടുത്തു. ആ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ ആദ്യം 1 ലക്ഷം സമ്മതിക്കുന്നില്ല. കുട്ടി പല പ്രാവശ്യം പലത് പറഞ്ഞു. ഒന്ന് കൊടുത്തിട്ടില്ലെന്ന് പറയും, പിന്നെ പറയാം 50 കൊടുത്തിട്ടുള്ളൂ, പിന്നെ പറയാം 1 ലക്ഷം കൊടുത്തു, പിന്നെ ഇനി ബാക്കി കൊടുക്കില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, ഇപ്പോൾ ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 16 ലക്ഷം രൂപ ഒരിക്കലും കൊടുത്തിട്ട് ഒരാൾ പിന്നെ അങ്ങനെ PR ചെയ്യിപ്പിക്കുമോ? കാരണം എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. 16 ലക്ഷമൊക്കെ കൊടുത്തിട്ട് PR ചെയ്യിപ്പിക്കുമോ എന്നുള്ളത് എനിക്കൊരു ചോദ്യമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇറങ്ങിയതിന് ശേഷമുള്ള ആ കുട്ടി കൂടുതൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ ഉറപ്പായിട്ട് കൊടുത്തു കാണും. കാരണം അത്ര ആസ്തിയുള്ളൊരു കുട്ടിയാണ്. എനിക്ക് തന്നെ ഇപ്പം ഞാൻ അറിയുന്ന ഇത്ര വീടുകൾ തന്നെ പറയുന്നു. ഇപ്പം അങ്ങനെ ഞാൻ കേട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം
നല്ല രീതിയിൽ തന്നെ PR ആൾക്കാരെ വിളിച്ചിട്ട് ഒരു നല്ലൊരു ട്രീറ്റ് നടത്തിയതായിട്ട് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താണ്? ജെന്യൂനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് നല്ല ശക്തമായ ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും ഈ ഇങ്ങനെ വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര ഒരു മോശമല്ലേ അത്? അങ്ങനെ ആ കപ്പ് അവിടെ ഇരിക്കുമ്പോൾ അത് ഒരു ജൂനിയർ മാൻഡ്രയ്ക്ക് ഇരിക്കുന്ന കണക്കാണ്. ആ വ്യക്തിയുടെ കണ്ണുനീരാണ് ഇരിക്കുന്നത്. കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിൻ്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കും അവരുടെ വീട്ടിലിരുന്ന കപ്പ്. മനസ്സിലായോ? ഈ കപ്പ് ഒരു വലിയ സംഭവമായിട്ടല്ല, പക്ഷേ നമ്മളെപ്പോഴും ഒരു മിഠായി ആണെങ്കിൽ പോലും അർഹിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് 100% അത് ഇപ്പോഴും ഈ വോട്ട് ചെയ്തവരെല്ലാം വീണ്ടും മണ്ടരായില്ലേ? വോട്ട് ചെയ്തവർ ഇത്രയും പേര് ഭയങ്കര രീതിയിൽ വോട്ട് ചെയ്തു, ഇവള് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ്. പുറത്ത് വന്നപ്പോൾ അവള് തന്നെ തെളിയിച്ചില്ലേ? ആ PR വന്ന് പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടി അവിടെ നാണം കെടാതെ 50 ദിവസം പോലും നിൽക്കില്ലായിരുന്നു. അതെ, 50 ദിവസം പോലും നിൽക്കില്ല, ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ നിന്നേ എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഗെയിം കളിച്ചിട്ടല്ല ആ കുട്ടി നിന്നത്. കാശ് കൊടുത്ത് ഇപ്പം എത്ര ലക്ഷമാണോ ലക്ഷം കൊടുത്ത് ആ ഫേക്കായിട്ട് PR വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫേക്കാണല്ലോ. മനസ്സിലായോ? PR വർക്ക്സ് എന്ന് പറയുന്നത് ആടിനെ പട്ടിയായി കാണിക്കുകയാണ്. അതാണ് PR വർക്ക്സ് എന്ന് പറയുന്നത്. യഥാർത്ഥ കഴിവുള്ള ഒരു ആളെ ഉണ്ടെങ്കിൽ അയാൾക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അയാൾ എന്താണ് അവിടെ കാണിക്കുന്നത് അത് പുറത്തു വന്നാൽ മതി, പ്രേക്ഷകർ ഏറ്റെടുക്കും. ആ ഇവിടെ കാണിച്ചെന്ന് പറയുന്നത് ഇവിടെ പിന്നെ അതായത് ആടിനെ പട്ടിയാക്കി ഇവരെ PR കാണിച്ചു എന്നുള്ളതാണ്. അത് അവൻ തന്നെ പറയുന്നുണ്ട്, ആ PR തന്നെ പറയുന്നുണ്ട്. 50 അല്ലെങ്കിൽ ഇത്ര ദിവസം നിൽക്കേണ്ടതുള്ള കരഞ്ഞ് മെഴുകി അവൾ ഇറങ്ങേണ്ടുള്ളതാണ്. അപ്പം ഞാനാണ് അവളെ വിജയിപ്പിച്ചത്. അപ്പം ഇത്രയും ജനങ്ങൾ ഇത് മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ ഇത്രയും വോട്ട് ചെയ്ത് അവിടെയെന്നും പറഞ്ഞു നടന്നാൽ ഞങ്ങൾ മണ്ടരാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണ്ടേ? പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടി എന്ന് പറയുന്നത്, ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം ഈ ഇത്രയും PR വർക്കും കാര്യങ്ങളും ഈ സീസണിലാണ് ഇങ്ങനെ നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ PR മേടിച്ചു കൊടുത്ത കപ്പെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു സാമ്പത്തികമുള്ള ഒരു വ്യക്തിക്ക് അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുമ്പോൾ എന്ത് പൊട്ടത്തരം അവിടെ കാണിച്ചിട്ട് നിന്നാലും വിജയിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ PR ഉള്ളത് ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, അടുത്ത പ്രാവശ്യം ഞാൻ പോയാലും എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ, അവിടെ പോയി എന്തും കാണിക്കാം. അപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരുത്തന് മാത്രം അല്ലെങ്കിൽ ഒരുത്തിക്ക് മാത്രമുള്ളതാണ് ബിഗ് ബോസ്. അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഈ 7th ബിഗ് ബോസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഡയറക്റ്റ് ചെയ്ത ഒരാളല്ല ഇപ്പോഴും അതിൻ്റെ പിന്നാമ്പുറത്ത് ഡയറക്റ്റ് ഏതൊരു പൊട്ടനാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഫിക്ഷനൊക്കെ ചെയ്യേണ്ട ആളിനെ പിടിച്ച് നോൺ ഫിക്ഷൻ ചെയ്യിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ആര്യൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വളരെ മനോഹരമായി ഗെയിം ചെയ്തുകൊണ്ടിരുന്നത്. ജിസേല് മനോഹരമായി ഗെയിം ചെയ്തതാണ്. ഇവരൊക്കെ ശരിക്കും ഈ 5th ടോപ്പ് 5 വരേണ്ട ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത്? അതെനിക്ക് വേറൊരു എന്താണ് ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പയ്യനില്ലേ, സാബുമാൻ. ഈ സാബുമാൻ ഒക്കെ ഈ അവസാനം വരെ എന്തിനാ കൊണ്ടുപോയെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായി പോകുന്നുള്ളത്. അപ്പോൾ എല്ലാ ക്രമക്കേടുകളാണ്. ഇത് ജനം മനസ്സിലാക്കുന്നില്ല. ജനങ്ങൾ വീണ്ടും ഇരുന്ന് വോട്ട് ചെയ്യുന്ന ഇവരുടെ വോട്ട്. കാരണം ഞാൻ പറയാം, ഇതൊന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കളികളല്ല. എപ്പോഴും അത് മനസ്സിലായിരിക്കും. അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇതൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് എന്താണോ ഇത് ഒരുക്കിയതാണ്, അനുമോൾക്ക് വേണ്ടിയിട്ട് അവർ കളം ഒരുക്കിയതാണ്. അപ്പൊ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടായിരുന്നോ? എല്ലാ സീസൺസും അങ്ങനെ ആണോ? മിക്ക സീസൺസും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ വ്യക്തമായി അത് കാണിച്ചു തന്നു. അനുമോൾക്ക് ഒരുക്കിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളല്ലോ. നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ എന്നുള്ളതൊക്കെ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്നും സീരിയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖമാണ്, അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നതാണ്, വളിപ്പത്തരം പറയുന്നതാണ്, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജെന്യൂനായിട്ട് ചിന്തിച്ചു നോക്കുക. അവിടെ ആരാണ് ഗെയിം ചെയ്തത്? അനീഷാണ്. അനീഷ് എന്നൊരു വ്യക്തിക്കാണ് ഈ കപ്പ് കിട്ടേണ്ടത്. ആ കപ്പ് തട്ടിയെടുത്തുകൊണ്ടാണ് അനുമോള് പോയത്. പക്ഷെ അതെങ്ങനെ ഉളുപ്പില്ലാതെ ആ കപ്പ് അവരെ വീട്ടിൽ വെച്ച് അത് നോക്കുമ്പോൾ അനീഷിന്റെ മുഖമായിരിക്കും ആ കുട്ടിക്ക് ആ കപ്പിൽ കൂടി കാണാൻ കഴിയുന്നത്. ഈ പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്, അനുമോൾ ആ വീട്ടിനുള്ളിൽ എന്താണ് ചെയ്തത്? ഡ്രാമയാണോ, കർശന ഡ്രാമയാണോ? എന്താണ് ശരിക്കും ആ കുട്ടി ചെയ്തത്? അത് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ കൂടുതൽ ജനങ്ങൾ തന്നെ അല്ലേ വോട്ടും ചെയ്ത് മറ്റേ PR വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത്. അവർ ചിന്തിക്കണം, ഡിസേർവ് ആയിട്ടുള്ള ഒരാൾക്ക് വേണം ഇത് കിട്ടാനെന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണം, അവർക്ക് വോട്ട് ചെയ്യണം. പക്ഷെ അപ്പോഴും ആദ്യം മുതലുള്ള ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അനീഷിനായിരുന്നു ടോപ്പിലുള്ള വോട്ടിംഗ്. നോക്കുമ്പോൾ എപ്പോഴും വോട്ടിങ്ങിൽ അനീഷായിരുന്നു ടോപ്പ് നിന്നിരുന്നത്. ലാസ്റ്റ് മൊമെന്റ് ആയപ്പോൾ ആ ഒരു ഗ്രാൻഡ് ഫിനാലെ ടൈമിലാണ് നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആയി പോയത്. ചേഞ്ച് ആയി,
അല്ലെങ്കിൽ അനുമോൾ ഫസ്റ്റ് കയറി എന്നുള്ള കാര്യം, അത് ശരിക്കും ഒരു കള്ളത്തരം കാണിച്ചതാണോ അതോ? 101% അത് ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലാകും. അത് മാത്രമല്ല, ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നത് നിർത്തും മതി എന്നൊക്കെ പറഞ്ഞില്ലേ, അതെ 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 ഇല്ലേ, അതെ. പകുതി വെച്ച് നിർത്തിയില്ലേ, ഇതൊക്കെ ഫേക്കാണ്. പിന്നെ ഈ വോട്ട് ചെയ്യുന്നത്, വോട്ട് ചെന്ന് വീഴുന്നത് എവിടെയാണ്? അതായത് ഇവര് നിർമ്മിച്ച, അതായത് ഹോട്ട്സ്റ്റാർ നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ. അതെ അതെ. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാമല്ലോ, ഇല്ലേ? അതെ. ഇപ്പൊ എൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വോട്ട് ചെയ്താലും ഇത് എവിടെ ചെന്നാണോ നിൽക്കുന്നത് അവർക്കത് മാറ്റാനുള്ള പല ഇതുണ്ട്. അത് എന്ത് വേണം അവർക്ക് കാണിക്കണം, ആർക്ക് കൊടുക്കണം, ഇതൊക്കെ അവർ തീരുമാനിക്കും. വോട്ടൊക്കെ ഒരു പ്രഹസനമാണ്, അതെപ്പോഴും മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഈ വോട്ട് ചെയ്ത പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ? 100% മണ്ടന്മാരാണ്. അതുകൊണ്ടാണ്, അത് മണ്ടന്മാരായത് കൊണ്ടാണല്ലോ ഈ അനുമോള് ജയിച്ചത്. 100% മണ്ടരാണ്. ഇവർക്ക് വ്യക്തമായ ഈ PR എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? PR എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണ് വരുന്നത്? ജനങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ്. ഞാൻ തീരുമാനിക്കണോ, ഞാൻ കാണുന്ന ഷോയിൽ എനിക്കിഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം, ഇല്ലേ? അല്ലാതെ വേറൊരാളല്ല എനിക്ക് പറഞ്ഞത്, ഇപ്പം ആമിയല്ല എനിക്ക് പറഞ്ഞു തരേണ്ടത് അതിനകത്ത് മറ്റേ അവളാണ് നല്ലത്, അപ്പം നിങ്ങൾ അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിത്വം ഇല്ലല്ലോ. എനിക്കൊരു പ്രോഗ്രാം കാണുമ്പോൾ അറിയാം അതിൽ ആർക്കാണ് ഏറ്റവും നല്ലോണം ഗെയിം ചെയ്യുന്നത്, അവർക്ക് ഞാൻ വോട്ട് കൊടുക്കും. അപ്പം ആമി PR ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആമി പറയുകയാണെങ്കിൽ അനുമോളാണ് ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ്, അതാണല്ലോ PR-ന്റെ പണി. അപ്പം എനിക്ക് വ്യക്തിത്വം ഇല്ലല്ലോ. ആദ്യം ജനങ്ങൾ തീരുമാനിക്കുക അവിടെ നല്ല രീതിയിൽ ഗെയിം ചെയ്ത് ആരാണ് അവർക്ക് വോട്ട് കൊടുക്കുക, തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി അങ്ങനെ വോട്ട് കൊടുത്തോ, പക്ഷേ അതിന് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് വോട്ടിൻ്റെ കളിയല്ല. അവിടെ ഇരിക്കുന്ന കുറച്ച് പേര് അവർ തീരുമാനിക്കും ഇത് ആർക്ക് കൊടുക്കണം, ആരെ എപ്പോഴും ഔട്ടാക്കണം, എന്ത് കാരണം പറഞ്ഞ ഒരാളെ ഔട്ടാക്കണം, ഇതൊക്കെ അവർക്ക് തീരുമാനിക്കും. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും കയറുന്നത്. മനസ്സിലായി? ഞാൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണ്, ജനങ്ങൾ മണ്ടരാവുന്ന ഇത് പറയുകയാണ്. പക്ഷേ ഇത് നമ്മൾ ഓരോ വ്യക്തികൾ കയറുമ്പോഴും വ്യക്തമായി നമുക്ക് ഡെയിലി ഇത്ര പേയ്മെൻ്റ് ഉണ്ട്, നമുക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ ചിത്രീകരിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ഔട്ടാക്കാം, ഇങ്ങനെയൊക്കെയുള്ള പല ക്രൈറ്റീരിയസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ സൈൻ ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ അത് അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പൊട്ടന്മാരവർ ഇത്രയും ജനങ്ങൾ ആ രീതിയിൽ അതിനെ കാണാവൂ. നമ്മൾ ജനങ്ങൾ ആദ്യം മുതലേ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ അത്രയും പ്രതീക്ഷ കൊടുത്തിട്ടാണ് അനീഷേട്ടന് ആ ടോപ്പ് 2 വരെ വന്നത്. അത്രയും പ്രതീക്ഷ അനീഷേട്ടന് തന്നെ ഉണ്ടായിരുന്നു, ഞാൻ വിന്നറാണ് എന്നുള്ളത്. കാണുന്ന ഓഡിയൻസിനും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞ കാര്യമാണ്, അത്രയും പ്രതീക്ഷ കൊടുത്തിട്ട് ആളെ പറ്റിക്കണ്ടായിരുന്നു. എന്ത് മനസ്സാക്ഷിയാണ് ഈ കോർപ്പറേറ്റ് കമ്പനിക്കുള്ളത്? മനസ്സാക്ഷിപരമായിട്ടാണോ അവിടെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്? അവർക്കൊരു ബിസിനസ്സാണ്, അവർക്ക് ഒരു മനസ്സാക്ഷി. ജനങ്ങൾ ഈ കാണുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ. അതിന് ബിസിനസ് നടത്തുന്നവർക്ക് നോക്കി ചിരിക്കുകയാണ്. ഒട്ടന്മാർ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ. പൊളിറ്റീഷ്യൻസ് അങ്ങനെയല്ലേ, വോട്ട് കൊടുക്കുന്നവർ നോക്കി ചിരിക്കുമല്ലോ. മനസ്സിലായോ? പറ്റിക്കപ്പെട്ടു വന്ന് വോട്ട് ചെയ്ത് നാളെ ഇവരെന്തോ ചെയ്യും, ഇനി അങ്ങനെ പൊറോട്ട കൊടുത്താലോ എന്നും പറഞ്ഞ് വന്ന് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണിത്. ഇത് തിരിച്ചറിയുക, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റൂ ഇനിയെങ്കിലും. അപ്പോൾ അടുത്ത സീസണെങ്കിലും ഈ PR വർക്ക് ചെയ്ത് പൊട്ടനെ പോലെ അല്ലെ കഴുതയെ പോലെ നിൽക്കുന്നവർക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. വ്യക്തമായി ആരാണോ അവിടെ ഗെയിം ചെയ്യുന്നത് അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ PR ഒക്കെ അങ്ങ് കുറഞ്ഞോളൂ. ഈ ടോപ്പ് 5 പോലും ഡിസേർവിംഗ് അല്ലാതിരുന്ന 5 പേരായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഇക്കാക്ക് തോന്നിയോ? അല്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഉറപ്പായിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് ഒരു 1, 2, 3 പേരൊഴികെ ബാക്കി അങ്ങനെ അല്ല. 2-3 പേര് ഓക്കെയാണ്. പക്ഷേ 1-2 പേര് അതിലൊരിക്കലും അവിടം വരെ എത്തേണ്ടുള്ളതല്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആൾക്കാർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് അവിടെ വരെ എത്തിച്ചത്. കാരണം അതിനേക്കാൾ കഴിവുള്ളവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലരെയും ഔട്ടാക്കിയത്. എത്രയോ കഴിവുള്ളവർ. അതേ കണക്ക് നമ്മുടെ ഈ അപ്പാനി ശരത്തിനൊക്കെ കുറച്ചുകൂടെ സ്പേസ് കൊടുക്കാമായിരുന്നു. അവരെ കുറച്ചുകൂടെ നിർത്തിയെങ്കിൽ വേറെ തലത്തിലേക്ക് അവർ കൊണ്ടുവന്നില്ല. അതേ കണക്ക് നമ്മുടെ ജിഷിന് കൂടെ കുറച്ച് സമയം കൊടുക്കാമായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ ഗെയിം. അപ്പം അവരെയൊക്കെ, കാരണം അവരൊന്നും കയറി വന്നു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നവർക്ക് ചിലപ്പോൾ വേണ്ട രീതിയിൽ പ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അവരെടുത്ത് കളഞ്ഞത് ആദ്യം തന്നെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്, അല്ലാതെ നമ്മളെല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇക്ക വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ചെസ് ബോർഡോ?
ഗ്രാൻഡ് ഫിനാലെ ആ ടൈമില് അനീഷേട്ടനും അനുമോളും ലാസ്റ്റ് വന്നപ്പോ വോട്ടിംഗ് ഇങ്ങനെ പബ്ലിക് കാണിക്കുന്നുണ്ടായിരുന്നു പെർസെന്റേജ് ഫുള്ള് കാണിച്ചില്ല. അതായത് നമ്മുടെ വിന്നിംഗ് മൂവ്മെന്റിൽ സ്ക്രീനിൽ പെട്ടെന്ന് കാണിച്ചു പോകുന്ന ഒരു സാധനമായിരുന്നു ഇത്. അതായത് 45.1% അനുമോൾക്കും 42.7% അനീഷിനുമാണ് അതിൽ കാണിക്കുന്നത്. അതിനുശേഷം അതിനുശേഷമുള്ള ഒരു പെർസെന്റേജ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് ഇതായിരുന്നു. അതായത് അനുമോൾക്ക് 57.3%, അനീഷിന് 42.7%. അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് വെച്ച് ലാലേട്ടൻ നിർത്തൂ എന്ന് പറഞ്ഞ് നിർത്തിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ജെന്യൂൻ ആണെന്നുള്ളത്? ഇവരുടെ രണ്ടുപേരുടെ പെർസെന്റേജ് കൂട്ടുമ്പോൾ തന്നെ ശരിക്കും 100% വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ടോപ്പ് 3 വന്ന 3 പേരുടെ പെർസെന്റേജ് എവിടെ പോയി? അതുപോലെ തന്നെ ആക്ച്വലി 7 പേരായിരുന്നു ടോപ്പ് 7 വന്നിട്ടുണ്ടായിരുന്നത്. അത് മിഡ് വീക്ക് എവിക്ഷനിൽ ഒരാൾ പോയി, പിന്നെ ലാസ്റ്റ് ആയപ്പോഴും ഒരാൾ പോയി, അങ്ങനെ ടോപ്പ് 5 എത്തിയത്. അപ്പൊ ഈ 7 പേരുടേതും 100 ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇവരുടെ കൂട്ടുമ്പോൾ തന്നെ 100 വരുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരുടെ പെർസെന്റേജ് എവിടെ പോയി എന്നുള്ളതായിരുന്നു ചോദ്യം. മനസ്സിലാക്കൂ, ഇതൊക്കെ കള്ളത്തരങ്ങളാണ്. അവർ വിചാരിക്കും ആർക്ക് കപ്പ് കൊടുക്കണം അവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അതത്ര എപ്പോഴും മനസ്സിലാക്കി. അതിനൊറ്റൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ജിൻഡോയുടെയും അർജുന്റെയും ഒരു പെർസെന്റേജ് കാണിച്ചത്. ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുമ്പോൾ ഏകദേശം ഒരു 70% വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളത് 100 ബാക്കി ടോപ്പ് 3യുടെ പെർസെന്റേജ് ആയിട്ട് കൂട്ടാൻ പറ്റുന്നുണ്ട്. അല്ല, അതിന് ഇത്രേ ഉള്ളൂ. വോട്ടിങ്ങിന്റെ ആ സ്ക്രീനിൽ നിന്ന് കാണിക്കുമ്പോൾ പോലും ലാലേട്ടൻ അത് നിർത്തിപ്പിക്കുന്നുണ്ടല്ലോ അവിടെ. നിർത്തും എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അതെന്തിനാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ഫുള്ള് കാണിച്ചുകൂടിയത്. അതും കാണിക്കുന്നില്ല. പിന്നെ ഇത് എങ്ങനെ അത് പൊങ്ങണം അല്ലെങ്കിൽ എങ്ങനെ ഗ്രാഫ് കാണിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാനും പറ്റും. ഇതൊക്കെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ലേ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെപ്പോലുള്ളവർ ഇരിക്കുമ്പോഴാണ് ഇത് മണ്ടത്തരം. ഇങ്ങനെ ഈ അന്ധത വിശ്വസിച്ചിരിക്കല്ലേ. അത് വേറൊരു സംഭവമാണ്. ആ ഗെയിമോ അതിൻ്റെ സ്ട്രാറ്റജി, ബിഗ് ബോസ് എന്നുള്ളത് വേറൊരു സാധനമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരാൾക്ക് ആയിരിക്കത്തില്ല കപ്പ് കൊടുക്കുന്നത്. എല്ലാ സീസണും നോക്കിയാൽ മതി. അപ്പൊ അടുത്ത പ്രാവശ്യം മുതൽ ഈ പ്രേക്ഷകർ വോട്ട് ചെയ്യാതിരുന്നാ പോരെ? അത് പ്രേക്ഷകർ തീരുമാനിക്കണം. ഇത് ഒന്നാമത്തെ കാര്യം, എപ്പോഴും ബ്ലൈൻഡായിട്ട് കാര്യങ്ങൾ വിശ്വസിക്കും. അതാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ കുഴപ്പം, ജനങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. ഇത് മാത്രമല്ല, ബിഗ് ബോസ് അതിൻ്റെ ഒരു ഉദാഹരണം എന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. നേരത്തെ പോലെ പൊളിറ്റിക്സ് അങ്ങനെയാണ്, ഈ താരാരാധന അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അന്ധമായി വിശ്വസിക്കും, ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒന്നിനെക്കുറിച്ച് ചിന്തിച്ച് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുക, അതിൻ്റെ ഭാഗമായിട്ട് കാണുക. എല്ലാ കുത്തിയിരുന്ന് പൈസയും കളഞ്ഞ് വോട്ടും ചെയ്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അത് ചെയ്യാതിരിക്കുക. പിന്നെ ഈ PR പോലെയുള്ള ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മേടിച്ച്, അതിനകത്ത് പലർക്കും PR ഉണ്ട്. ഇതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞായിരുന്നു. പലർക്കും ഈ ബെസ്റ്റ് 5 വന്നവർക്ക് പോലും, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് പോലും നല്ല ക്യാഷ് മേടിച്ച് PR ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷേ ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നല്ല വണ്ണം ഗെയിം കളിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് PR? അതായത് നമ്മൾ ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇല്ലേ, പഠിച്ചെഴുതി മേടിക്കുന്ന സർട്ടിഫിക്കറ്റ്സിനാണോ വാല്യൂ, അല്ല കാശ് കൊടുത്താലും സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ചില ഡോക്ടർമാർ അങ്ങനെയുള്ളവരാണ്. ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്നത് പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. നേരെ മറിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വാങ്ങുന്നവരുണ്ട്. അപ്പൊ അവരുടെ വാല്യൂ കൂടി ഇല്ലാതാവുകയാണ് ഈ കഴുതകൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. ഇനിയുള്ള സീസണിലെങ്കിലും ആ രീതിയിൽ കാണുക. അതുപോലെ പലരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, അനുമോള് ലവ് ട്രാക്ക് പിടിച്ചിട്ട് ഒരാളുടെ ഇമോഷനെ വെച്ച് കളിച്ചിട്ടാണ് ആ പുള്ളിക്കാരൻ ഇഷ്ടമാണെന്ന് പറയുന്നത്. അത് ആ പുള്ളി തന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂവില്, എനിക്ക് ആളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ ഇമോഷൻ വെച്ച് കളിക്കാനുള്ളത് ശരിക്കുള്ള ഒരു ഗെയിം ആണ് പലരും ചോദിക്കുന്നുണ്ട്. ഇമോഷൻ മാത്രമല്ല, ആ കുട്ടി എന്തും വെച്ച് കളിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇങ്ങനൊരു PR-നെ സെറ്റ് ചെയ്ത് ഇത്രയും ലക്ഷം രൂപയും കൊടുത്ത് ഈ ഫേക്ക് കാണിച്ചിട്ട് പോയതും. പല ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയത് അതീ പറയുന്നല്ല ഇതീ പറയുന്ന, പാചകം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയുന്നു, ഒരിടത്ത് നിന്ന് പാചകം ചെയ്യാൻ അറിയാവുന്ന പറയുന്നു. അപ്പോൾ ഇത് ഇത്രയും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഇറങ്ങി തിരിച്ച ഒരാൾ ഇതല്ല ഇതിനപ്പുറം കാണിക്കും. അത് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ സീസണിലും ഈ സീസൺ 6 വരെയും ലാലേട്ടൻ 2 പേരെ അകത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എപ്പോഴും വിന്നർ വലത് ഭാഗത്തായിരിക്കും. ലാലേട്ടന്റെ വലത് ഭാഗത്തായിരിക്കും ആ വിന്നർ നിൽക്കുക. സാധാരണ വലത് കൈ പിടിച്ചിട്ടായിരുന്നു പൊക്കിക്കൊണ്ടിരുന്നത് സീസൺ 6 വരെയും. ഈ സീസൺ 7 മാത്രമാണ് ആൾക്കാരെ മണ്ടന്മാരാക്കാനാണോ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിന്നറിനെ അനുമോളെ ഇടത് സൈഡിലാക്കിയിട്ട് അനീഷേട്ടനെ
വലത് സൈഡിലാക്കി. അപ്പൊ എല്ലാരും വിചാരിച്ചത് അനീഷേട്ടൻ തന്നെയാണ് വിന്നർന്ന് ഉറപ്പിച്ച് നിന്നതായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഇടതേ കൈ പൊക്കിയത്. അതൊരു സ്ട്രാറ്റജി ആയിരുന്നോ? ഒന്നുമല്ല, അത് മറ്റേ കൈ വേദനിച്ചാണ്, അതുകൊണ്ട് ഇപ്പോഴത്തെ പിടിച്ച് നിർത്തിയത്. അതിനകത്തൊക്കെ എന്തുകൊണ്ട്, അതിനകത്തൊക്കെ ഒന്നുമല്ല. അങ്ങനെ ഇതുപോലെ പലരും പറയുന്നുണ്ട് ഇങ്ങനെ. ചുമ്മാ ആൾക്കാർക്ക് എന്തൊക്കെ എല്ലാം വാർത്തകളാക്കുന്നത്, ആരാ വാർത്തകളാക്കുന്നത്? വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. വലത്ത് കൈ പൊക്കിയെടുത്ത് അതൊന്നും ഒരു എന്നോട് ശരിക്കും ആ ചോദ്യം പോലും നമ്മളതിന് ഉത്തരം എങ്ങനെ ഞാൻ പറയാനാണ്, അല്ലാത്ത കാര്യമില്ല. ഇപ്പോ ബിഗ് ബോസ് കഴിഞ്ഞതിനേക്കാൾ അല്ല, ആമ ചോദിച്ച ചോദ്യം ഒന്നല്ല, ആൾക്കാർ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് സത്യത്തിൽ എന്താണ് ഉത്തരം? അത് വേറെന്തെല്ലാം പലതും ഈ സീസൺ 1 മുതൽ 7 വരെയുള്ളത് പലതും ഇങ്ങനെ അവര് പോലും ചിന്തിച്ചു കാണത്തില്ല. ഈ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം അവര് പോലും ചിന്തിച്ചു കാണത്തില്ല. അങ്ങേർക്ക് വലത്തെ കൈ പൊക്കാൻ എന്തെങ്കിലും ചിലപ്പോൾ വേദന എന്തെങ്കിലും കാണാം, അതുകൊണ്ട് ഇടത്ത് പിടിച്ച് നിർത്തിയതാണ്. അങ്ങനെയാവാം. പിന്നെ ഉറപ്പല്ലേ. ഈ ബിഗ് ബോസ് നടന്ന ആ സമയത്തുള്ളതിനേക്കാളും വിവാദമാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം, ഒരു കപ്പ് കൊടുത്തതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന വിവാദമല്ലേ, ഇതാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ ഇനി അടുത്ത സീസൺ വരെ ഇതൊരു പ്രൊമോഷൻ അല്ലേ, ഒരു പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ അല്ലേ. അവർ മനസാക്ഷിപരമായിട്ടല്ലല്ലോ അവർ ചെയ്യുന്നത്. ഇതിപ്പോ അനീഷിന് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കങ്ങ് കൊടുത്തിരുന്നായിരുന്നെങ്കിൽ ഇതൊരു സംസാര വിഷയമാവില്ലായിരുന്നു. ഒരിക്കലും സംസാര വിഷയമാവില്ല. ഇത് അവിടെ തീരും സാധനം. ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അവർക്കറിയാം ഇത് അനീഷിന് അർഹിക്കുന്നതാണ്, പക്ഷെ അർഹിക്കാത്ത ഒരാൾക്ക് കൊടുക്കാം. അപ്പോഴാണ് ഇത് വിഷയമാകുന്നതും ഈ വെറുതെ ഫ്രീ പ്രൊമോഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബിസിനസ്സാണ്, അത് മനസ്സിലാക്കണം. ഏഷ്യാനെറ്റ് അതാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ആ ഫ്രീ പ്രൊമോഷനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കണക്ക് ഏറ്റവും നല്ലോണം ഗെയിം ചെയ്യുന്ന ഒരാളെ തലയ്ക്കടിക്കുന്ന ഒറ്റ അടിക്കെടുത്ത് മാറ്റുന്നില്ലേ. ഇപ്പൊ റോബിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആര് ആയിക്കോട്ടെ, ഡോക്ടർ രജിത്ത്. അപ്പൊ എന്താണ് അവിടെ? അതായത് പ്രൊമോഷൻ കിട്ടുകയാണ്, അത് ചർച്ചാ വിഷയമാവുകയാണ്. കുപ്രസിദ്ധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഷോ ഡയറക്ടർ മാത്രമല്ല, കുറച്ച് പേരാണ്. ഒരാൾ വിചാരിച്ചാലൊന്നും ഒരിക്കലും തീരുമാനിക്കുന്ന കാര്യമില്ല. അതിന്റെ പിന്നെ അപ്പുറം പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരെല്ലാവരും കൂടെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ അഖിൽമാരാറ് ബിഗ് ബോസിൽ നിന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് ഇറങ്ങിയതിന് ശേഷം പല കുറ്റങ്ങളും ബിഗ് ബോസിനെ കുറിച്ച്, പല രഹസ്യങ്ങളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും സീസൺ 7-ലും സീസൺ 6-ലൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും രണ്ട് ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്രയും കുറ്റങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് അവിടെ വീണ്ടും ഒരുത്തണെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയമല്ലേ അത്? അഖിൽമാരാരുടെ വിജയമല്ലേ? ഇല്ലേ? അപ്പൊ അവർക്ക് അതേ ഉള്ളു. അവരെല്ലാം അതുകൊണ്ട് മനസ്സിലാക്കുക, അവർ ഈ ബിസിനസ്സാണ് അവരെ സംബന്ധിച്ച്. അവരെല്ലാം കാണുന്നത്, അവരുടെ മുഖത്തിന് കരിവാരി തേച്ചാൽ അവർക്ക് വിഷയമല്ല. പണം, ബിസിനസ് ചെയ്യുക. ഒരു കോപ്പറേറ്റീവ് കമ്പനിയുടെ അജണ്ട അതാണ് അവരെ സംബന്ധിച്ച്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞ് ഈ ചോദിച്ച ചോദ്യം പോലും. അഖിൽമാരാർ ഇത്രയും അതിനെ തെറി വിളിച്ച്, ബിഗ് ബോസിനെ ഇത്രയും തെറി വിളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ അത് അഖിൽമാരാരുടെ വിജയമാണ്. മറ്റവർക്ക് നട്ടലില്ല, അവർക്ക് ബിസിനസ്സാണ്. നട്ടലില്ലെന്നല്ല നമ്മൾ കാണേണ്ടത്, അത് അവരുടെ ബിസിനസ്സാണ്. അവർക്ക് ഇനിയിപ്പോൾ എന്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉദാഹരണമല്ല ഈ കപ്പ് കൊടുത്ത്. അവരിപ്പോൾ തെറിവിളി കേൾക്കുവാണല്ലോ, ഈ കപ്പ് കൊടുത്തവർ അല്ലെങ്കിൽ അവരുടെ അധികൃതർക്ക് തെറിവിളി കേൾക്കും. അതൊന്നും അവരെ സംബന്ധിച്ച് വിഷയമല്ല. അവർക്ക് പണം, ബിസിനസ്, ഇതാണ് ബിസിനസ്. അപ്പോഴും പലരും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഏഷ്യനെറ്റിന്റെ വാല്യൂ അല്ലേ കുറയുന്നത്? കുറഞ്ഞോ? വാല്യൂ കുറയുന്നുണ്ടോ? വാല്യൂ കുറയുന്നവർ എന്തുകൊണ്ടാണ് എന്നിട്ട് കാണാതിരിക്കുന്നത് ഏഷ്യാനെറ്റ്? അതല്ല, അത്രേ ഉള്ളൂ. അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. നീ എത്ര തെറി വിളിച്ചാലും ശരി തന്നെ നമ്മുടെ മുന്നിൽ വന്നിരുന്ന് കണ്ടോളൂ എന്നറിയാം അവർക്ക്. ജനങ്ങൾ എന്താണെന്നുള്ളത് അവർക്കറിയാം. അതുപോലെ വിന്നറായ അനുമോൾക്ക് കിട്ടിയ സ്വീകരണമല്ല നമ്മളുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്, അല്ലെങ്കിൽ അനീഷിനെ പോലെയുള്ള ബാക്കി ടോപ്പ് 4-ന് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള സ്വീകരണമായിരുന്നു. ഈ സ്വീകരണത്തിന്റെ ഒരു പകുതി പുള്ളിക്ക് വോട്ടായിട്ടും അല്ലെങ്കിൽ പുള്ളിക്ക് അല്ലാതെയുള്ള സപ്പോർട്ടുള്ള സോഷ്യൽ മീഡിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ PR-മാരെയൊക്കെ കണ്ടം വഴി ഓടത്തില്ലായിരുന്നു. അപ്പോഴും അവർ തീരുമാനിച്ചു വെച്ചേക്കുന്നതല്ലേ എന്നാ പറഞ്ഞത്? ആണ്, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആരുടെ ആയിരുന്നു നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെയും ഞാൻ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫാഷൻ ഷോയ്ക്ക് പോയ സമയത്ത് എല്ലാ ചാനലിലും വന്ന് ഞാൻ 1-2 ബൈറ്റ് കൊടുത്തെന്ന്. ആ ബൈറ്റ് കൊടുത്തത് ഫുൾ, ആ ബൈറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു അതിനകത്ത് മൊത്തം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാവരും എഡിറ്റ് ചെയ്ത് അതിനെ ആക്കി തീർത്തത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ തന്നെ ആലോചിച്ച് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, ആ രീതിയിൽ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് അവർ കാണിച്ചു. അപ്പോൾ ആ വന്ന അത്രയും ടീമിൽ പോലും അവരുടെ ഈ അനുമോളുടെ PR ഉണ്ടായിരുന്നു. മനസ്സിലായേ? ഇതുവരെയും ഏഷ്യനെറ്റ് ഇങ്ങനെ വോട്ടിംഗ് കറക്റ്റ് ആയിട്ട് പെർസെന്റേജ് കാണിച്ചിട്ടില്ല ഒരു സീസണിലും. ഈ ഒരു സീസണിൽ ഇത് ഇത്രയും എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ കാണിച്ചതിന്റെ ഒരു ഇതെന്തായിരിക്കും? എന്നിട്ട് മൊത്തം കാണിച്ചോ? അതാണ് എന്റെ ചോദ്യം. മുഴുവൻ കാണിച്ചില്ല, അപ്പോഴും പകുതിയും. പിന്നെ അവർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, ഇനിയിപ്പോൾ കാണിച്ചാൽ പോലും അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യം.
അതെപ്പോഴും മനസ്സിലായിരിക്കും. അപ്പൊ അടുത്ത സീസൺ മുതൽ നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുക. വോട്ട് ചെയ്തിരുന്നോ നിങ്ങൾ? അടുത്ത സീസൺ മുതൽ നിങ്ങൾ പ്രോഗ്രാം കണ്ട് എൻജോയ് ചെയ്തോ. വോട്ട് ചെയ്യുന്നതും ചെയ്തൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അതിനകത്ത് ഈ ഒരു PR-നെ വളർത്താൻ നിങ്ങൾ നിൽക്കരുത്. PR നമ്മൾ തോൽക്കുന്നിടത്താണ് PR വിജയിക്കുന്നത്. കാരണം പ്രോഗ്രാം കാണുന്നവർക്ക് അറിയത്തില്ലേ ആരാ നല്ലോണം കളിക്കുന്നത് എന്നുള്ളത്. വേറെ ആൾ പറഞ്ഞു തരണോ? ഈ PR-ന്റെ വർക്ക് അതല്ലേ. ഒരാൾ ഇപ്പം അയാൾ തന്നെ ആ PR ചെയ്ത വ്യക്തി തന്നെ പറയുന്നില്ലേ 50ാമത്തെ ദിവസം അവൾ പുറത്ത് പോകേണ്ടുള്ളതാണ് കരഞ്ഞുകൊണ്ട്, നാണം കെട്ട് പോകേണ്ടുള്ള ഞാൻ ഒറ്റയ്ക്ക് ഇതാണ് വളർത്തിയത്. അപ്പോൾ അത്രയും ലക്ഷം പേര് അവളെ സപ്പോർട്ട് ചെയ്തത് വെറുതെ ആയില്ലേ? അത്രേ ഉള്ളല്ലേ. അതുപോലെ തന്നെ കെക്കാനോട് കാണിക്കേണ്ട ഒരു ട്രോള് പോലെ വന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ഒരു ജിൻഡോയുടെ സീസൺ ഒഴികെ ബാക്കി എല്ലാ സീസണും ഒരേപോലത്തെ ട്രോഫിയാണ് കൊടുത്തിരുന്നത്. അപ്പം അതിൽ വന്നൊരു ഫോട്ടോയും കമന്റും ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ ഇപ്രാവശ്യത്തെ മൊമെന്റോ. അപ്പം കപ്പിന്റെ ശില്പി മിടുക്കനാണ്, അത് സ്വന്തമായി എടുത്തുയർത്താൻ ശേഷിയില്ലാത്ത ഒരാളെ ആരൊക്കെയോ ചേർന്ന് താങ്ങിക്കൊടുത്ത് ഉയർത്തുന്നത് കാണിച്ചിട്ടുള്ളതാണ് കപ്പിന്റെ തീം. ഒരു ലേഡിയെ കുറെ പേര് അത് പൊക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത പോലെയാണ് ആ കപ്പിന്റെ ഇത്. അല്ല സംഭവം അത് ലിറ്ററലി അതിലൊരു സംഭവം ഉണ്ടല്ലോ. അല്ലേ? കൊള്ളാം അത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞു ഇത് പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ അവര് തന്നെ തീരുമാനിക്കുന്നതാണ് ഇന്നാള് വിന്നർ ആകണം, ഇന്നാളെ വിന്നർ ആക്കണം എന്ന് അവര് തന്നെ തീരുമാനിക്കുന്നത്. അവർക്കൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി ഒരുക്കും കളങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ പോകുന്നതിന് മുമ്പ്, ഈ കൺസ്റ്റൻസ് പോകുന്നതിന് മുമ്പ് ഇന്ന ആളോട് പറയോ നിങ്ങളാണ് വിന്നർ? ഒരിക്കലും പറയില്ല. അങ്ങനൊന്നും പറയില്ല. അതുകൊണ്ടാണ് അവർ പുറത്ത് PR-നെ അറേഞ്ച് ആക്കുന്നത്. ഒരിക്കലും പറയത്തില്ല നീ ആ വിന്നർ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നില്ല, അത് എനിക്കറിയാവുന്ന കാര്യം. എനിക്ക് തോന്നുന്നില്ല നിന്നെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചില കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് നിന്നെ 100 ദിവസം നിർത്താൻ വന്നാൽ അതിനുള്ള വരുമാനം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത് നേരിട്ട് അറിവില്ല. പല കണ്ടസ്റ്റൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ സീസണിൽ പോലും 100 ദിവസമൊക്കെ ഒരു ഗെയിമും കളിക്കാൻ നിന്നവരുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ അടുത്തൊക്കെ ഓൾറെഡി ഒരുപാട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഈ ബിഗ് ബോസിൽ വന്ന ഒന്നേ അവരുടെ പേര് പോകാൻ ഉള്ള വർക്കുകളില്ലാതെ ചിലപ്പം നേരെ ഓപ്പോസിറ്റും ആവാം. അപ്പോൾ ആ വ്യക്തി കണ്ടീഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് 100 ദിവസം നിൽക്കണം, ഈ വരുമാനം എനിക്ക് വരണം. അത് സംഭവിച്ചിട്ടാണ് അയാളെ കൊണ്ടുപോയത്. 100 ദിവസം നിൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ സീസൺ അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഈ ചെറ്റത്തരങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവാം. അതൊക്കെ ഷോയുടെ അവരുടെ ബിസിനസിന്റെ ഭാഗമാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഓക്കെ, എനിവേ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വിഷയം കിടക്കുന്നല്ലോ. എന്നെ വിളിച്ചപ്പോഴും ഇപ്രാവശ്യം ഒരുപാട് പേര് വിളിച്ചപ്പോഴും ഞാൻ പോയില്ല. എല്ലാവരും ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കാനാണ്. സത്യത്തിൽ അത് എനിക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് പോയത്. പക്ഷെ ഒരുപാട് പേർക്ക് ഈ കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. ഇത്രയും വോട്ട് അനീഷന് കയറ്റിയിട്ട്, അല്ലെങ്കിൽ അത്രയും വോട്ട് ശതമാനം ഉണ്ടായിട്ട് പുള്ളിക്ക് ഒരു കാര്യമില്ല. നിങ്ങൾ ഇനി എത്രായിരം വോട്ട് കയറ്റിയെന്ന് പറഞ്ഞാൽ അവര് വിചാരിക്കും ലാസ്റ്റ് മൊമെന്റിൽ എന്താ സംഭവിച്ചെന്നുള്ളൊരു ഇത് ഒന്നുമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഈ ഒരു സീസണല്ല, എല്ലാ സീസണും എടുത്തു നോക്ക്. അതായത് മെജോറിറ്റി സീസണും പിന്നെ കിട്ടാൻ അർഹിക്കാത്തവർക്കാണ് കിട്ടിയിരിക്കുന്നത്. 1-2 സീസണല്ലേ ഉള്ളൂ അല്പമെങ്കിലും അർഹിക്കുന്ന ആൾക്ക്. അഖിൽമാരാ ഓക്കെ, ആ ഒരു സീസൺ മാത്രമേ ഉള്ളൂ ഡിസേർവിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി അതിനെക്കുറിച്ച്. അപ്പൊ എനിവേ എന്തൊക്കെയോ അമ്മയ്ക്ക് വീണ്ടും ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സംശയങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ഒരു കാര്യമില്ല, അത് മൊത്തം മനസ്സിലാക്കുക. ഒരു ബിസിനസ്സാണ്, അവർ തീരുമാനിക്കും ആർക്ക് കൊടുക്കണമെന്നുള്ളത്. ബാക്കിയൊക്കെ പുറത്ത് കിടന്ന് ഈ മണ്ടരെ പോലെ കിടന്ന് വോട്ട് ചെയ്യാം. പിന്നെ കുറെ PR-മാർക്ക് ഇതിൽ രക്ഷപ്പെടാം. അവർക്ക് കുറെ കാശുണ്ടാക്കാം. കുറെ ചാനൽസിന് ഇത് വിറ്റ് കാശുണ്ടാക്കാം. അങ്ങനെ അതൊക്കെ ഓക്കെ, അതാണ് ഇതിൽ സംഭവിക്കുന്നത്. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കിക്കൊണ്ട് കാണുക. പ്രോഗ്രാം കാണുന്നത് നല്ല അടിപൊളി പ്രോഗ്രാമാണ്, രസകരമായിട്ട് കാണാൻ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ അതിൽ നമ്മൾ തന്നെ മനസ്സിലാക്കുക ഇന്ന ആൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുക. അത് വോട്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് കമന്റുകളുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ. ഈ വോട്ടായാലും കമന്റായാലും അവർക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല, കാരണം ചാനലിൽ തന്നെ തീരുമാനിക്കും. പക്ഷെ ആ രീതിയിലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. മനസ്സിലായി. ഈ ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം ഷിയാസ് കരീം അനുമോളുടെ വീട്ടിലും പോയിരുന്നു, അനീഷയുടെ വീട്ടിലും പോയിരുന്നു. ശരിക്കും എല്ലാരും പറയുന്നു 2 വെള്ളത്തിൽ കാല് ചവിട്ടിയാണ് ഷിയാസ് നിൽക്കുന്നതെന്ന്. നമുക്ക് അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും. എനിക്ക് ഇതിൻ്റെ അടുത്ത് പോകണമെന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ 2 പേരും സുഹൃത്തുക്കളായിരിക്കാം. അത് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരിക്കാം, അങ്ങനെ പോയതായിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ആംഗിൾ കാണേണ്ട ആവശ്യമില്ല. ഇക്കൊക്കെ ഷാനവാസ് ഒരു നല്ല ഗെയിമറായിട്ട് തോന്നിയിട്ടുണ്ടോ? ഷാനവാസ് കുഴപ്പമില്ലാത്ത ഗെയിമറായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ഗെയിമറായിരുന്നു. ടോപ്പ് 3 വരാൻ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ അവരെ ഷാനവാസൊക്കെ എൻ്റെ സുഹൃത്താണ്. നമ്മൾ എന്തിനാണ് കീറി മുറിക്കാൻ നിൽക്കുന്നത്?
ഇപ്പം സംഭവിച്ചത് സംഭവിച്ചു. പക്ഷെ ഈ പറഞ്ഞ കണക്ക് ടോപ്പ് 5 വരാൻ അർഹിക്കുന്ന രണ്ടുപേരായിരുന്നു നമ്മുടെ ആര്യനും ജിസേലും. അവർ വന്നില്ല. അതിലൊരു വിഷമമല്ല, അത് വന്നില്ല, അതൊരു ജെനുവിറ്റി അല്ലെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ബിഗ് ബോസ് എന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഒരിക്കലെങ്കിലും ഒരു നല്ല ബിഗ് ബോസ് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ. ജെനുവൻ ആയിട്ടുള്ളൊരു ബിഗ് ബോസ്. ഈ 7 സീസണിൽ ഒരു ജെനുവിനിറ്റി ഇല്ല. അടുത്ത ബിഗ് ബോസ് എങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നടക്കത്തില്ല. ആദില കുറിച്ച് എന്താ പറയാനല്ലേ? ആദില നൂറയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആദില നൂറ ഓക്കെ, കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത കണ്ടസ്റ്റൻസ് ആയിരുന്നു. ടിക്കറ്റ് ഫിനാലെ ഡയറക്റ്റ് വന്ന ഒരാളായിരുന്നു നൂറ. പുള്ളിക്കാരത്തിക്ക് ഫൈനൽ 5 വരാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ? അതിന് നമ്മൾ എന്തിനാണ് നമ്മൾ അതിനെ കുറിച്ച് നോ കമന്റ്സ്. ഓക്കെ, അടുത്ത വർക്ക് എന്താണ് ഇക്കാടൊക്കെ? ഇപ്പോൾ പുതിയ 1-2 വെഞ്ചറുണ്ട്. നമ്മുടെ ഒരു ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശക്തമായിട്ട് അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ 2 എന്ന് പറയുന്നത് പുതിയ സിനിമ, വിസ്കി എന്നാണ് എൻ്റെ പേര്. വളരെ പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ജോജോ കുരിശിങ്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി നമ്മൾ പുള്ളിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാട്ട് കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത ഞാനാണ്. വളരെ മനോഹരമായ ഒരു വർക്കാണ്. അതിൽ ഹീറോ ആയിട്ട് വരുന്നത് ഖൽബ് ഗോളത്തിലേക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറാണ്. അദ്ദേഹം 4 സിനിമകൾ മറ്റോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അദ്ദേഹത്തെ കാണാത്ത ഒരു ഫേസിലാണ് ഈ വിസ്കിയിൽ കാണാൻ പോകുന്നത്. കാരണം ഇത്രയും ഷൂട്ടിൽ നിന്നും എഡിറ്റ് ചെയ്ത മെറ്റീരിയൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാണ്. കാരണം ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് രഞ്ജിത്ത്. പക്ഷേ ഇതുവരെയും ഓഡിയൻസിന് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ തേക്കും തടി ഒരു വിറക് വെട്ടുകാരൻ്റെ കിട്ടിയാൽ അത് വെട്ടിക്കീറി അടുപ്പിലാക്കും, അല്ലെങ്കിൽ വെട്ടിക്കീറി അത് മാറ്റും. പക്ഷേ നല്ലൊരു തച്ചൻ്റെ കിട്ടിയാൽ അത് ബ്യൂട്ടിഫുള്ളായിട്ട് വരും. അപ്പോൾ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇതിൻ്റെ ഡയറക്ടർ ജോജോ കുരിശിങ്കൽ രഞ്ജിത്തിനെ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ കഴിവുകളെയൊക്കെ പുറത്തെടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അത്രയും വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഭാഗമാവുകയാണ് ഞാനും. അപ്പോൾ അതിന് വളരെ സന്തോഷമുണ്ട്. ഇനി ഇറങ്ങാൻ പോകുന്നത് എനിക്കൊന്ന് അടുത്ത വർഷമായിരിക്കും അതിൻ്റെ റിലീസ്. ആ റിലീസിൽ ഒരു നല്ല 10 സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് തീർച്ചയായും ഈ സിനിമയുണ്ടാവും. അതുപോലെ നല്ല 10 ആക്ടേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും ഇത് രഞ്ജിത്തുണ്ടാകും. നല്ല 5 ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജോജോ കുരിശിങ്ങളുണ്ടാവും. അതിൻ്റെ ക്യാമറമാൻ വന്നിട്ട് നമ്മുടെ അമൽ നീരദിൻ്റെ ഏറ്റവും അടുത്ത മിക്ക സിനിമകളിലും പുള്ളി കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. അമൽ നീരദിൻ്റെ അങ്ങനെയുള്ള ആ ജോണറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യമായിട്ട് ഈ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് നമ്മളും. അഭിനയിക്കുന്നുണ്ട്, കൊറിയോഗ്രാഫി ഉണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷയിലുള്ള സാധനമാണ്. വേറൊരു സിനിമ നടക്കുന്നുണ്ട്, അത് ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ പോകുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ ഒരു ഇലക്ഷൻ ടൈം കൂടിയാണല്ലോ മുന്നോട്ട് വരുന്നത്. എന്തെങ്കിലും പ്രതീക്ഷ കാര്യങ്ങളുണ്ടോ? അത് ബിഗ് ബോസ് പോലെ തന്നെ വേറൊരു ഗെയിമാണ്. ഒരു കഥയുണ്ട്, ഞാനത് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ മറ്റോ കണ്ടതാണ്. പക്ഷേ അതിന് ഭയങ്കരമായിട്ട് അത് ക്യാച്ച് ചെയ്തു. ഭയങ്കര രസകരമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. കഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു കാട്ടിൽ രാജാവ് സിംഹമാണല്ലോ. സിംഹം അപ്പോൾ മന്ത്രിയെ വിളിച്ചിട്ട് മന്ത്രി ഇങ്ങ് വരാൻ പറയും. മന്ത്രി എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്, സൂത്രക്കാരനാണ്. മന്ത്രി അടുത്ത് പറയും, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, നീ പെട്ടെന്ന് പോയി ഏതെങ്കിലും ഇരയെ തപ്പിക്കൊണ്ട് വരൂ, എനിക്ക് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറയും. കുറുക്കൻ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കഴുതയെ കാണും. കഴുതയെടുത്ത് പറയും, സൂത്രക്കാരനാണല്ലോ, രാജാവ് നിന്നെ ക്ഷണിക്കുന്നുണ്ട്, നിനക്ക് രാജപട്ടം തരാൻ വേണ്ടി, സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. കഴുത വിശ്വസിക്കും. അങ്ങനെ കഴുത അവിടെ രാജാവിൻ്റെ അടുത്ത് ഈ കുറുക്കൻ കൂട്ടിക്കൊണ്ട് ചെല്ലും. കഴുതയെ കാണുന്നുണ്ടെങ്കിൽ സിംഹം ചാടി അതിൻ്റെ വാലിൽ കയറി പിടിച്ച് വാല് മൊത്തവും കഴിക്കും. അപ്പോൾ ഇത് കുതിര ഓടിക്കളയും, രക്ഷപ്പെടുന്നുണ്ട്. പിന്നെയും കുറുക്കൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് കഴുത നിൽക്കുന്നു. അപ്പോൾ കഴുതയെടുത്ത് വീണ്ടും ചെന്ന് കുറുക്കൻ പറയും, രാജാവ് വിളിക്കുന്നു എന്ന് പറയും, സിംഹം വിളിക്കുന്നു എന്ന് പറയും. അപ്പം എന്തിനാണ് നിങ്ങൾ എന്നെ ഭക്ഷിക്കാനായി വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. അല്ല, നിന്നെ രാജാവാക്കാനാണ്. നിന്നെ രാജാവാക്കുന്നതിന് നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ വാല് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ആ വാല് എടുത്ത് കളിച്ചത്. അപ്പോൾ കഴുത കഴിക്കാൻ ശരിയാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ കഴുതയെ കാണുന്നുണ്ട് എന്നെ സിംഹം ഇപ്രാവശ്യം 2 ചെവിയും കടിച്ചു തിന്നും. വീണ്ടും കുതിര ഓടും. വീണ്ടും ഈ കുറുക്കൻ ഇതേപോലെ തന്നെ ചെന്നിട്ട് കഴുതയെടുത്ത് വിളിക്കും, വരൂ രാജാവ്, നിന്നെ അപ്പോൾ എന്തിനാണ് എൻ്റെ ചെവി അദ്ദേഹം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. അപ്പം കുറുക്കൻ എന്ത് പറയുമെന്ന് അല്ല, അത് നിനക്ക് തോന്നിയതാണ്. നിൻ്റെ ഈ ചെവി കിരീടം ഇരിക്കാൻ പറ്റില്ലല്ലോ, ചെവി ഇരിക്കുന്നുണ്ട് കിരീടം വെക്കാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ട് ഇപ്രാവശ്യം
കഴുത്തിൽ തന്നെ ചാടിപ്പിടിച്ച് ഇതിനെ ഭക്ഷിക്കും. സിംഹം ഭക്ഷിക്കും. ഈ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതിൻ്റെ ബ്രെയിൻ സൂത്രത്തിൽ ഈ കുറുക്കൻ അങ്ങ് കഴിക്കും. അപ്പം സിംഹം ദേഷിക്കും. അവിടെ ബ്രെയിൻ നോക്കുമ്പോൾ കാണുന്നില്ല കഴുതയുടെ. സിംഹം ദേഷിച്ച് ചോദിക്കും, എൻ്റെ ബ്രെയിൻ അവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ കുറുക്കൻ പറയും, എൻ്റെ പൊന്ന് രാജാവേ, അതിന് ബ്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ 2 പ്രാവശ്യം ചെന്ന് വിളിക്കുമ്പോഴും അത് വരുമോ? അതിന് ബ്രെയിൻ ഇല്ലായിരുന്നു. ഈ കഴുതകളാണ് ജനങ്ങൾ. വെറുതെ അവനെ കഴുതിയെന്ന് വിളിക്കുന്നത്. ഈ മനസ്സിലായോ? ഈ കഴുതകളാണ് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ. ഈ സിംഹമാണ് ഇവിടെ ഭരിക്കുന്നവർ. ഈ കുറുക്കനാണ് ബാക്കിയുള്ള മന്ത്രിമാരും കാര്യങ്ങളും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം? ഇനി ആ കഥ വേണമെങ്കിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമിനയ്ക്ക് പറയാമോ, മതമില്ലാത്ത, ബിസിനസ് ഇല്ലാത്ത, ഗുണ്ടായിസമില്ലാത്ത, കച്ചവടമില്ലാത്ത ഒരു രാഷ്ട്രീയം, ഏത് രാഷ്ട്രീയം എടുത്താലും അതിനകത്ത് മതമുണ്ട്, കച്ചവടമുണ്ട്, എല്ലാ സംഭവങ്ങളും, അതായത് എല്ലാ അഴിമതികളും അതിനകത്തുണ്ട്. അതില്ലാത്ത ഒരു വേർതിരിച്ച് നമുക്കൊരു രാഷ്ട്രീയത്തെ ഇന്ന് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം? സങ്കടത്തിലാണ്. ഒരു പൗരനെന്ന രീതിയിൽ എനിക്ക് വോട്ട് ചെയ്യണം. പക്ഷെ ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്? ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് എനിക്ക് വോട്ട് ചെയ്യണം. അല്ല, ഒരു പൗരൻ വോട്ട് ചെയ്യണം. ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ. അപ്പൊ പൗരല്ല. അല്ല, എനിക്ക് കഴിഞ്ഞ വർഷം വോട്ട് ഐ ഡി കിട്ടിയത്. ഞാൻ ചെയ്തില്ല, എനിക്കിഷ്ടമല്ല. അല്ല, വോട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക്. നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴുതയെ പോലെ ആയി വോട്ട് ചെയ്യുക എന്നുള്ളത്. തമ്മിൽ ഭേദം ആരാണോ അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം വരുന്നത്. തമ്മിൽ തൊമ്മൻ. ഇനി എങ്ങാണം മറ്റേ ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞാണ് എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ നിന്നൂടെ? നിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിർത്തണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിന്റെ കഥകൾ. അപ്പം നെക്സ്റ്റ് പ്ലാൻ സിനിമ റിലീസ്? ഈ സിനിമയാണ്. അഭിനയമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ? എല്ലാം ഉണ്ട്, കുറേ പരിപാടികളുണ്ട്. അഭിനയം മാത്രമല്ല, ബിസിനസ്, ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് ഉണ്ട്. അതാണ് ഇപ്പം കൂടുതലും നമ്മൾ അതിനകത്ത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുകൂടാതെ തന്നെ ആങ്കറിങ് ഉണ്ട്. ഇപ്പോൾ സൂര്യ ടി വിയിൽ പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാൻസ് ഷോസ് ഉണ്ട്. ടീമാണ്, എനിക്ക് ട്രൂപ്പുണ്ട്, ഡാൻസിൻ്റെ ഡാൻസ് ഷോസ് ഉണ്ട്. അത്യാവശ്യം എഴുത്തും കാര്യങ്ങളും നടന്നു. അതാണ് നമ്മുടെ ഭാവി പരിപാടികൾ. അതൊക്കെ തന്നെയാണ്. ഒരു നടിയെ കണ്ടില്ലേ? ഞാൻ ഈ കുട്ടികളുടെ മറ്റേ ഇതല്ല, കളിക്കൊടുക്കുന്ന സാധനമല്ല എടുക്കുന്നത്. ഞാൻ കൊമേഴ്സ്യൽ ആയിട്ടുള്ള സിനിമയാണ്. ആമി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്തോളാം. ഒരു പ്രൊഡ്യൂസർ വഴിയാധാരമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടിയായിട്ട് തോന്നുന്നു, നായികയുടെ ലുക്കില്ലേ നമുക്ക് ചെയ്യാന്ന് പ്രാർത്ഥിക്കും. ശരി, ആയിക്കോട്ടെ. എന്തായാലും ഇക്കാടെ അടുത്ത പ്രോജക്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ. വിസ്കി സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് അത്. ഗംഭീര ഓരോ ഷോട്ടുകളും, ഞാൻ ഇത്രയും കൂടുതൽ പറയുന്നത് എനിക്ക് അത്രയും വിശ്വാസമുള്ള സിനിമ ആയതുകൊണ്ടാണ്. മനോഹരമായ ഷോട്ടുകളും മനോഹരമായ മേക്കിങ്ങുമാണ്. അത് തീർച്ചയായും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും വിസ്കി പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാനും ഉറപ്പായിട്ടും പോയി കാണും. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് അഭിനയിച്ച് സിനിമ ഡയറക്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു നല്ലൊരു അഭിനയ നടിയെ കിട്ടണമെന്ന് ഞാൻ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് സന്തോഷം ഇത്ര നേരം സംസാരിച്ചത്. താങ്ക്സ് സോ മച്ച്.